ധനുഷിൻ്റെ 50-ാം ചിത്രം സ്റ്റോറി ഡയറക്ഷൻ എല്ലാം സ്വന്തമായി തന്നെ. ഒരു പടം റിലീസിനെത്തുമ്പോൾ വയ്ക്കുന്ന ഓഡിയോ ലോഞ്ചിൽ ഇവൻ്റെ രജനീകാന്ത് ഇമിറ്റേറ്റിംഗ് പരകായ പ്രവേശം പ്രേക്ഷകരുടെ വിധിയാണല്ലോ. ഇപ്പോൾ സിനിമയിൽ അനുകരിക്കുന്നില്ല, അതുകൊണ്ട് അത് പോട്ടെ. ട്രെയിലറിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ ഒന്നും പറയാനുണ്ടാവില്ല എന്നറിയാമായിരുന്നു. എങ്കിലും മേക്കിംഗ് കൊള്ളാമെന്നൊരു പ്രതീക്ഷ തരുമായിരുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ തമ്പി തങ്കൈ പാസം എടുത്തു കാണിക്കുന്ന കാത്തവരായൻ എന്ന ക്യാരക്ടറാണ് ധനുഷ്. ലോക്കൽ വയലൻസ് ധനുഷ് പച്ചപിടിച്ച മേഖലയാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു തുടക്കം. ഒരു ലോകേഷ് ടച്ച് തോന്നിക്കുന്ന മേക്കിംഗ്, കളർ ഗ്രേഡിംഗ്, പിന്നെ റഹ്മാൻ്റെ അടിപൊളി സ്കോർ. കൊള്ളാമെന്ന് തോന്നി തുടങ്ങുന്നിടത്തു നിന്നും സ്റ്റോറി കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോവുകയാണ്. നിലനിൽപ്പിനും പാസത്തിനും വേണ്ടി ഒരു ചേരി ഒറ്റയ്ക്കൊഴിപ്പിച്ചു എന്ന് പറയുന്ന പോലെ ഒരു രാത്രി കൊണ്ട് ഒരു ഗ്യാങ്സ്റ്ററിനെയും അങ്ങേരുടെ കംപ്ലീറ്റ് ആളുകളെയും രായൻ കൊല്ലുന്നു. നിലനിൽപ്പിന് വേണ്ടി വീണ്ടും വീണ്ടും കൊല്ലുന്നു. അടുത്ത ഗ്യാങ്സ്റ്റർ തൻ്റെ വഴിക്ക് വരാതിരിക്കാൻ അവനെയും കൊല്ലാൻ പോകുന്നു. കൂടെ നിന്നിരുന്ന അനിയന്മാർ പോലും വില്ലൻ്റെ സൈഡായി രായനെ കൊല്ലാൻ ശ്രമിക്കുന്നു. പ്രകാശ് രാജിൻ്റെ പോലീസ് ക്യാരക്ടർ നടുക്കിരുന്ന് പകിട കളിക്കുന്നു. നായകൻ്റെ പ്രതികാരം കൂട്ടാൻ ഒരു റേപ്പ് പോലും എന്തോ ഡാർക്ക് ഹ്യൂമർ പോലെയാണ് സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അവസാനം അനിയന്മാരെയും വില്ലനെയും കൊന്ന് ധനുഷ് നാടുവിടുന്നു. തങ്കച്ചിപ്പാസത്തിൽ മിക്സ് ചെയ്ത ക്ലീഷേ പോലും അല്ലാത്ത ഒരു അപരാധം. മൊത്തത്തിൽ പറഞ്ഞു വെക്കുന്ന ആശയം രായൻ ടെററാണ്, കൊടൂര ടെറർ, വേറെ ഒന്നുമില്ല. കിടിലം കാസ്റ്റുണ്ട്. ധനുഷ്, സുദീപ് കിഷൻ, SJ സൂര്യ, കാളിദാസ്, അപർണ, പ്രകാശ് രാജ്. എന്നിട്ടും ഈ നിർഗുണ സ്ക്രിപ്റ്റിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. SJ സൂര്യയൊക്കെ വെറും പടുവാഴ വില്ലൻ തന്നെ ആണോ എന്ന് തോന്നിപ്പോവും. ആകെയുള്ള പോസിറ്റീവ് റഹ്മാൻ മ്യൂസിക്കിൽ അടങ്കാത അസുരൻ സോങ്, അപർണയുടെയും തങ്കച്ചികളുടെയും പെർഫോമൻസ്, ഫൈറ്റ്സ്. ധനുഷ് നല്ല നടനായിരിക്കാം, ബട്ട് ഡയറക്ഷനും സ്ക്രിപ്റ്റും അമ്പേ തോൽവി. രായൻ ഒരു ഭയങ്കര സംഭവമാണ് എന്ന് കാണിക്കണം എന്ന് ഉദ്ദേശിച്ചു, ബട്ട് എഴുതി പിടിപ്പിക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും പങ്കുവയ്ക്കുക.